നമസ്കാരം, സ്വാഗതം. എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം ചിന്തകൾ തന്നെ നമുക്കൊരു കെണിയായി മാറാറുണ്ടെന്ന്. നമ്മളെ സഹായിക്കുന്നതിനു പകരം നമ്മളെ കുരുക്കിലാക്കുന്ന ഒരു തരം ചിലന്തിവല പോലെ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് ശരിക്കും ഒരു യുദ്ധക്കളം പോലെയാണോ? പുറത്തുള്ള ആരോടുമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള അടങ്ങാത്ത, നിർത്താതെയുള്ള ചിന്തകളോടാണ് നിങ്ങളുടെ പോരാട്ടമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത്, ശരീരം കൊണ്ട് നമ്മളിവിടെ ഇരിക്കും, പക്ഷെ മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു നടക്കുകയായിരിക്കും, അല്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. അതായത്, നമ്മുടെ ഈ ചിന്തകളുടെ വല. എങ്ങനെയാണ് നമ്മൾ ഈ ആശങ്കകളും കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിഷമങ്ങളുമൊക്കെ വെച്ച് നമ്മളെ തന്നെ ശ്വാസം മുട്ടിക്കുന്ന ഒരു വലയുണ്ടാക്കുന്നത്? ആദ്യം അത് തിരിച്ചറിയണമല്ലോ. ഇത് നമ്മൾക്കെല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളൊരുപക്ഷെ ഒരു മീറ്റിംഗിലിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സെവിടെയാണ്? അത് പണ്ട് ചെയ്തെന്തെങ്കിലും തെറ്റിനെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയെക്കുറിച്ചോ ആലോചിച്ച് അലയുകയായിരിക്കും. ഉള്ളിൻ്റെ ഉള്ളിലൊരു യുദ്ധം നടക്കുന്നത് പോലെ. അപ്പോൾ ശരിക്കും എന്താണ് ഈ ചിന്തകളുടെ ചിലന്തിവല? വളരെ സിമ്പിളാണ്. ഇത് വേറെ ആരും നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കെണിയല്ല. നമ്മൾ തന്നെ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഇന്നലെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്തും നാളെ വരാനിരിക്കുന്നതിനെക്കുറിച്ചോർത്തും പേടിച്ചും സ്വയം ഉണ്ടാക്കുന്ന ഒരു മെന്റൽ ജയിലാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. ഈ വല പൊട്ടിച്ചെറിയാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് നമുക്ക് ഇപ്പോൾ തന്നെ ചെയ്യാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതായത്, ചിലന്തിയുടെ ഒരു പിഴച്ച യുക്തി. എന്താണിത്? യഥാർത്ഥത്തിൽ ഒരു ചിലന്തിയുണ്ടാക്കുന്ന വലയും നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വലയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മനസ്സിലാക്കുന്നതാണ് ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നോക്കൂ, പ്രകൃതിയിൽ ഒരു ചിലന്തി എന്തിനാണ് വല കെട്ടുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? അതിൻ്റെ ഇരയെ പിടിക്കാൻ, അതിന് ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ. അതായത്, അതിനൊരു കൃത്യമായ ഉദ്ദേശമുണ്ട്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ചിലന്തി വലയുണ്ടാക്കുന്നത് അതിൻ്റെ ഇരയെ കൊടുക്കാനാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒരു വലയുണ്ടാക്കി, എന്നിട്ട് അതിൽ സ്വയം പോയി കുടുങ്ങുന്നു. എന്തൊരു വിചിത്രമായൊരു കാര്യമല്ലേ? സ്വന്തം വലയിൽ സ്വയം കുടുങ്ങുക. അതിലെന്താ ഒരു യുക്തിയുള്ളത്? പലരും പറയാറുണ്ട്, ഞാൻ ഒരുപാട് ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ആളാന്ന്. പക്ഷെ ഒന്ന് നിർത്തി ആലോചിച്ച് നോക്കൂ. ഈ ഡീപ്പ് തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും നമ്മളെ തന്നെ കെട്ടിയിടുന്ന ഒരു മാനസിക അടിമത്തമല്ലേ? നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ കഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്? പക്ഷേ ഇവിടെയാണ് ശരിക്കുള്ള പോസിറ്റീവായ കാര്യം. ഈ വല വൃത്തിയാക്കാനുള്ള ശക്തി അത് പൂർണ്ണമായും നിങ്ങളുടെ കൈകളിലാണ്. കാരണം ഈ വലയുണ്ടാക്കിയത് നിങ്ങളാണെങ്കിൽ അത് പൊട്ടിച്ചു കളയാനും നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. അതിൻ്റെ മുഴുവൻ കൺട്രോളും നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഈ വലയെ എങ്ങനെ മുറിച്ചു മാറ്റാം? അതിനുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത്. ഈ കെട്ടുകളിൽ നിന്നൊക്കെ നമ്മളെ സ്വതന്ത്രരാക്കാനുള്ളൊരു താക്കോലുണ്ട്. അത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന വളരെ ശക്തമായൊരു അറിവാണ്. ഈ താക്കോല് എന്താണെന്നറിയാൻ ആകാംക്ഷയില്ലേ? അതൊരു പുരാതനമായ, പക്ഷേ വളരെ ശക്തമായൊരു ആയുധമാണ്. യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ. ചിന്തകളാണ് മനുഷ്യന്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം. ചിലന്തി സ്വന്തം ഉള്ളിൽ നിന്ന് വല പുറത്തെടുത്ത് അതിൽ കുടുങ്ങുന്നതുപോലെ മനുഷ്യനും വ്യർത്ഥമായ ചിന്തകളുടെ വല നീത് ദുഃഖിതനാകുന്നു. പോസിറ്റീവും ശുഭകരവുമായ ചിന്തയാണ് ഈ വലയെ മുറിക്കാനുള്ള ഏക ആയുധം. എത്ര മനോഹരവും ശക്തവുമായ വാക്കുകൾ, അല്ലേ? അതെ, അതുതന്നെയാണ് കാര്യം. ആ സങ്കീർണമായ ചിന്തകളുടെ വലയെ മുറിച്ചുമാറ്റാൻ നമുക്കുള്ള ഒരേയൊരു ആയുധം അത് പോസിറ്റീവായ ചിന്തകളാണ്, ശുഭകരമായ ചിന്തകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച് എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം എന്നതിനൊരു വ്യക്തമായ വഴി നമുക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിക്ക് വെറും 4 പടികളേ ഉള്ളൂ. ഒന്നാമത്തേത്, ഈ അമിത ചിന്ത നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു വലയാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തേത്, വർത്തമാനകാലത്തിൽ, അതായത് ഈ നിമിഷത്തിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി, ആ ഋഷിയുടെ മന്ത്രമോർക്കുക. പോസിറ്റീവ് ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. പിന്നെ നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളുടെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഉറച്ചൊരു തീരുമാനമെടുക്കുക. അപ്പോൾ അവസാനം ചോയ്സ് നിങ്ങളുടേതാണ്. ആ പഴയ ചിന്തകളുടെ വലയിൽ തന്നെ കുടുങ്ങിക്കിടക്കണോ? അതോ ആ കെട്ടുകളൊക്കെ പൊട്ടിച്ച് സ്വതന്ത്രമായ ആകാശത്തൊരു പക്ഷിയെപ്പോലെ പറന്നുയരണോ? ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. ഇന്ന് നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? ആ വലയിൽ കുടുങ്ങിക്കിടക്കാനാണോ അതോ പറന്നുയരാനാണോ നിങ്ങളുടെ തീരുമാനം?